ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളത്തെ വിശേഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നാളെ മീനം 1 ഏകാദശിയാണ്. അതേപോലെ അഭിജിത്ത് നക്ഷത്രമുണ്ട്. ഒപ്പം തന്നെ തിരുവോണ നക്ഷത്രം കൂടിയിട്ടാണ് നാളത്തെ ദിവസം. അതായത് ഏകാദശിയോട് കൂടി തിരുവോണ നക്ഷത്രം വന്നിരിക്കുന്ന അതിപ്രധാനമായൊരു ദിവസം. നമ്മുടെ പുതിയ മലയാള മാസത്തിൻ്റെ തുടക്കം തന്നെ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ട് ഞായറാഴ്ചയോടുകൂടി വന്നിരിക്കുന്നു. നാളത്തെ ദിവസം നമ്മൾ വീട്ടിൽ ഒരു ദീപം കൊളുത്തി 27 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ചും അഭിജിത്ത് നക്ഷത്ര സമയത്തെക്കുറിച്ചും നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് മീനസംക്രമണ പുണ്യ സമയത്തെക്കുറിച്ച് നോക്കാം. കുംഭം രാശിയിൽ നിന്ന് സൂര്യഭഗവാൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന ദിവ്യ മുഹൂർത്തമാണ് മീനസംക്രമണം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം 2026 മാർച്ച് 15 ഞായറാഴ്ച അർദ്ധരാത്രി 1:02 ഉത്രാടം നക്ഷത്രം 4-ാം പാദത്തിൽ മകരക്കൂറിലാണ് മീനസംക്രമണം നടക്കുന്നത്. സൂര്യദേവൻ മീനരാശിയിലോട്ട് സംക്രമിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് അതിവിശേഷപ്പെട്ട സമയമാണ്. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച തുടങ്ങുന്ന ആ ഒരു അർദ്ധരാത്രി സമയത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു 1:02 വീട്ടിലെ പൂജാമുറിയിൽ നെയ്യൊഴിച്ച് ഭദ്രദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് വളരെ വളരെ പുണ്യമായിട്ടുള്ള ഒരു സമയമാണ്. ഉത്രാടം നക്ഷത്രത്തിലാണ് ഈ പ്രാവശ്യത്തെ മീനസംക്രമണം എന്നതുകൊണ്ട് തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ദോഷമുണ്ട്. മകരക്കൂറിൽ നടക്കുന്നത് കൊണ്ട് മകരക്കൂറുകാർക്കും ചെറിയ ദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മീനം 1 ഞായറാഴ്ച തീർച്ചയായും ശിവക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാന് ധാര കഴിപ്പിക്കണം. ഒപ്പം തന്നെ ഏകാദശി തിരിയും അന്ന് തന്നെ ആയതുകൊണ്ട് കൃഷ്ണസ്വാമി ക്ഷേത്രവും ദർശിച്ച് ഭഗവാന് നെയ്വിളക്കോ അല്ലെങ്കിൽ തുളസിമാലയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷ നിവാരണത്തിന് വളരെ നല്ലതാണ്. 1:02 ഞങ്ങൾക്ക് വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നവർ ബ്രഹ്മമുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ സൂര്യ ഉദയ സമയത്തെങ്കിലും വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം. 5 തിരിയിട്ട് നെയ്യൊഴിച്ച് ഭദ്രദീപം കൊളുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുമാത്രവുമല്ല, മീനസംക്രമം ഞായറാഴ്ചയാണ് വരുന്നത്. ജ്യോതിഷപരമായും ആചാരപരമായിട്ടും നമ്മൾ നോക്കുമ്പം ഞായറാഴ്ച വളരെയധികം പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് സൂര്യഭഗവാന്റെ ദിവസമാണ്. അപ്പോൾ മലയാള മാസം തുടങ്ങുന്നത് തന്നെ ഞായറാഴ്ചയാകുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഭഗവാൻ സൂര്യൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുമെന്നും നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ അന്നത്തെ ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണെന്നുമാണ് പറയുന്നത്. നമുക്ക് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുമൊക്കെ ഉയർച്ചയുണ്ടാകാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം സൂര്യഭഗവാന് അർഘ്യം കൊടുക്കാനും ഗോതമ്പ് ദീപം കൊളുത്താനും ഒന്നും മറക്കരുത്. അർഘ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതേപോലെ ഗോതമ്പ് ദീപം കൊളുത്തുന്നതിനെക്കുറിച്ചും. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് സൂര്യഭഗവാനെ നോക്കി ഒന്നെങ്കിൽ ആദിത്യ ഹൃദയ സ്തോത്രം അല്ലെങ്കിൽ ഓം സൂര്യായ നമഃ എന്നുള്ള മന്ത്രം 21-11 പ്രാവശ്യം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഈ ഒരു മീനമാസം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതേപോലെ മാസത്തിൽ ഒരു ഞായറാഴ്ച ആദിത്യ പൊങ്കാല ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നാളെ അതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്. ആദിത്യ പൊങ്കാല എല്ലാവർക്കും ഇടാവുന്നതുമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നാളത്തേത് അഭിജിത്ത് നക്ഷത്രമുണ്ട് എന്നുള്ളതാണ്. മീനസംക്രമണ സമയത്ത് തന്നെ നമുക്ക് അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയെ ആ ഒരു മാസം പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ കൂടുതൽ ആ മാസം നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന പ്രാർത്ഥന അഭിജിത്ത് നക്ഷത്ര സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എങ്ങനെയാണ് അഭിജിത്ത് നക്ഷത്ര സമയത്ത് പ്രാർത്ഥിക്കേണ്ടതെന്നും എന്താണെന്നും ഒക്കെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് 2026 മാർച്ച് 15 ഞായറാഴ്ച, അതായത് മീനം 1-ാം തീയതി ബ്രഹ്മമുഹൂർത്ത സമയമായ 4:38-നും 5:02 ആ ഒരു 24 മിനിറ്റ് സമയത്താണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത്. സോ എല്ലാവരും ആ ഒരു സമയം തീർച്ചയായിട്ടും വിനിയോഗിക്കണം.
ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ ഹോളിലോ നെയ്യൊഴിച്ച് 2 ദീപം കൊളുത്തി കിഴക്കോട്ടായിട്ട് വേണം കൊളുത്താൻ. അതിനു മുൻപിലിരുന്ന് ആദ്യം തന്നെ 3 പ്രാവശ്യം നമ്മൾ അഭിജിസ്തുതി ചൊല്ലണം. അഭിജിസ്തുതി ഇതാണ്: അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥതീയ ജ്യോതിനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണുമേധിനാം ഭവതബലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഈ ഒരു മന്ത്രം 3 പ്രാവശ്യം ജപിക്കുക. അതിനുശേഷം നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ആ ഒരു 5-2 എന്നുള്ള സമയം, അതായത് 24 മിനിറ്റ് കഴിയുന്നത് വരെ ചൊല്ലുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഭഗവാനോട് സാധിച്ചു കിട്ടേണ്ടുന്ന ഒരു ആഗ്രഹം കൂടി നമ്മൾ പറയണം. അതിനുശേഷം വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായും മീനമാസം തീരുന്നതിന് മുൻപ് തന്നെ, അതായത് അടുത്ത മാസത്തിന് മുൻപായി നമ്മുടെ എന്തൊരാഗ്രഹമാണോ നമ്മൾ വെക്കുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് പാപമോചിനി ഏകാദശിയാണ് നാളെ വരുന്നത്. തിരുവോണം നക്ഷത്രത്തോടു കൂടി തന്നെ ഏകാദശി വന്നിരിക്കുന്നത് അതിൻ്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നതാണ്. കറുത്തപക്ഷ ഏകാദശിയാണ്. മീനം 1 തന്നെ വന്നിരിക്കുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. പാപമോചിനി ഏകാദശി പേര് കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ സർവ്വ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഏകാദശിയാണത്. ഏകാദശി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് ദശമി തിഥിയിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ബാക്കി 2 നേരം മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ച് ഏകാദശി വ്രതം നിങ്ങൾ സാധാരണ ഏത് രീതിയിൽ എടുക്കുന്നു അതേ രീതിയിൽ തന്നെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക. അന്നത്തെ ദിവസം നമ്മുടെ സർവ്വ പാപങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പറയാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഏകാദശി തിഥിയുടെ സമയം തീരുന്നതിന് മുൻപ്, തിഥി എന്നതിനേക്കാൾ കൂടുതൽ ഞായറാഴ്ച രാത്രി ഒരു 12 മണിക്ക് ഉള്ളിലായിട്ട് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഒരു പേപ്പർ എടുക്കുക. നിങ്ങൾ ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന് ഒരു കുറ്റബോധം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തു, നമുക്കൊരു ഗിൽറ്റി ഫീൽ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതുക. അതായത് നമ്മൾ പറയുമല്ലോ, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കർമ്മദോഷമായിട്ട് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്തൊരു തെറ്റ് നമുക്ക് മറ്റുള്ളവരോട് ഏറ്റുപറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ചെയ്തിട്ടുണ്ടോ അത്രമാത്രം എഴുതുക. അതെഴുതി ഭഗവാന് മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ മനസ്സിൽ പറയണം, ഞാൻ അറിയാതെ ചെയ്തു പോയ ഈ തെറ്റുകൾ എനിക്ക് ഏറ്റുപറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഭഗവാനോട് ഞാൻ എൻ്റെ ഈ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. അങ്ങ് എൻ്റെ ഈ തെറ്റുകൾ ഏറ്റെടുത്ത് എനിക്ക് പ്രായശ്ചിത്തം തരണം. ഞാൻ ഇനി ഒരിക്കലും, പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിത് ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ വീണ്ടും ഒരിക്കലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യരുത്. നമ്മളിവിടെ സമർപ്പിച്ച് തീർന്നു, ഇനിയും ഞാനിത് ചെയ്തിട്ട് ഇനിയും ഞാൻ തെറ്റ് ചെയ്യാം, അങ്ങനെ ഒരിക്കലുമല്ല. നമ്മളിത് ചെയ്താൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. അങ്ങനെ ഭഗവാന് മുൻപിൽ ഭഗവാന്റെ സവിധത്തിൽ ഇത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ആ പേപ്പർ കത്തിച്ച് കളയുക. അതോടുകൂടി നമ്മുടെ ആ ഒരു കർമ്മദോഷം നമ്മൾ തീർന്നു എന്നുള്ളതാണ്. കത്തിച്ചു കളയുന്നതിന് മുൻപായിട്ട് 108 പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം കൂടി ഭഗവാന് മുൻപിൽ നമ്മൾ ജപിക്കണം. നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണെങ്കിലും അത് ഭഗവാൻ ക്ഷമിക്കും. അതിലെ ദോഷം ഭഗവാൻ നീക്കിത്തരും. ആ കർമ്മദോഷം ഭഗവാൻ നമുക്ക് അകറ്റിത്തരും. ഞാൻ നരസിംഹമന്ത്രം ചൊല്ലിത്തന്നപ്പോൾ പറഞ്ഞിരുന്നു, കർമ്മദോഷം തരുന്നതും ഭഗവാനാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മദോഷം അനുഭവിക്കുന്നതും ഭഗവാനാണെന്നുള്ളത്. അതുകൊണ്ടിത് വളരെ എന്താ പറയുന്നത്, നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതായത് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറ്റം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പം ചിലരുണ്ട് ഒരുപാട് വേദനകൾ സഹിച്ച് നമ്മൾ ആരോടും പറയില്ല, നമുക്ക് തിരിച്ചവരോട് അതേ രീതിയിൽ പെരുമാറാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വേദനകളും നിങ്ങൾ ഉള്ളിൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ സന്തോഷങ്ങളല്ല ഇവിടെ എഴുതേണ്ടത്. നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെഴുതാം. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെഴുതാം. സഹിക്കാൻ പറ്റാത്ത വേദന നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ അതെഴുതാം. അങ്ങനെയുള്ള എന്ത് കാര്യവും എഴുതി ഭഗവാന് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം അത് കത്തിച്ചു കളയുക. തീർച്ചയായും നിങ്ങളുടെ വിഷമത്തിനൊരു പരിഹാരം സാക്ഷാൽ മഹാവിഷ്ണു ഒരുക്കിയിരിക്കും. നമ്മുടെ കർമ്മദോഷം അത് ഭഗവാൻ നീക്കി തന്നിരിക്കും ആ ഒരു തെറ്റിൻ്റെ. ഇനി
തിരുവോണം നക്ഷത്രത്തിൽ വന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഏകാദശിക്ക് നമ്മൾ എന്തായാലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തും. തീർച്ചയായും തിരുവോണം നക്ഷത്രവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് വീടിനടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കാം. അതേപോലെ മഞ്ഞപ്പെട്ട്, തുളസിമാല, നെയ്ദീപം, നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്തൊക്കെയാണോ അതൊക്കെ സമർപ്പിച്ച് അന്നദാനം ചെയ്യണം. തീർച്ചയായിട്ടും നാളെ ഉറുമ്പുകൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, അതുപോലെ ഏതെങ്കിലും വിശന്നിരിക്കുന്ന ഒരു ജീവനെങ്കിലും നാളത്തെ ദിവസം മറക്കാതെ അന്നദാനം ചെയ്യണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാളത്തെ ദിവസം ഇത്രയും ഓസ്പീഷ്യസ് തിങ്സ് ഒന്നിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിൽ അന്നദാനത്തിന് നമുക്ക് തീർച്ചയായും ഫലം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ നാളെ മീനം 1 ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരേണ്ട വസ്തുക്കളുണ്ട്. അതിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് തുളസിയില, മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണം, പച്ചരി, പാല്, ഉപ്പ്, ഗോതമ്പ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഞാനിത് എല്ലാ മാസവും പറയുന്നുണ്ട്. അപ്പം നാളെ ഏകാദശിയും തിരുവോണം നക്ഷത്രവും കൂടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ തുളസിയിലയുടെയും അതേപോലെ തന്നെ മഞ്ഞളിൻ്റെയും കാര്യം പറഞ്ഞത്. അതേപോലെ നാളെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഗോതമ്പ് പറഞ്ഞത്. അപ്പം ഈ 2 ദിവസത്തിന് നമ്മുടെ തിഥിയും നക്ഷത്രവും ദിവസവും അനുസരിച്ചുള്ള വസ്തുക്കൾ, അതായത് ഒന്നെങ്കിൽ തുളസിയില അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണം, ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും മേടിക്കണം. ഒപ്പം തന്നെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പോ, മുഴുവനായിട്ടുള്ള ഗോതമ്പോ, ഇതിലേതെങ്കിലും ഒന്നും കൂടി മേടിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു മധുരപദാർത്ഥം, പഞ്ചസാരയാണെങ്കിലും മതിയാവും, അതും തീർച്ചയായിട്ടും മേടിച്ചിരിക്കണം. അതേപോലെ നാളത്തെ ദിവസം ആർക്കും കടം കൊടുക്കരുത്, കടം മേടിക്കരുത്. ഹോസ്പിറ്റൽ കേസുകളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുന്നതും ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ നമ്മൾക്കിതൊക്കെ ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കഴിവതും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഇനി നാളത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നാളെ മീനമാസമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം നാളത്തെ ദിവസം നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂല എല്ലാവരും അക്ഷയപാത്രം വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമായിരിക്കും. അവിടെ നന്നായിട്ട് നമ്മൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതിനുശേഷം അവിടെ നമ്മൾ 2 നെയ്ദീപങ്ങൾ കൊളുത്തണം. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 2 നെയ്ദീപങ്ങൾ കൊളുത്തുന്നത്. ദീപത്തിൻ്റെ നാളം എന്ന് പറയുന്നത് വടക്കോട്ടായിരിക്കണം. നമ്മൾ ഒരു വെറ്റിലയോ വാഴയിലയോ അല്ലെങ്കിൽ ബ്രാസിൻ്റെ ഒരു പ്ലേറ്റ്, കോപ്പറിൻ്റെ ഒരു പ്ലേറ്റോ വെക്കണം. അതിന് മുകളിലായിട്ട് വേണം നമ്മൾ ഈ നെയ്ദീപം വെക്കാനായിട്ട്. മൺവിളക്കെടുക്കാം, അല്ലെങ്കിൽ ചെറിയ ബ്രാസിൻ്റെ വിളക്കെടുക്കാം. മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ തൊട്ട് പൂക്കളൊക്കെ കൊണ്ട് നമ്മൾ ആ ഒരു ദീപം അലങ്കരിക്കണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ. അതിനുശേഷം വടക്കോട്ട് ഫേസ് ചെയ്ത് നമ്മൾ ആ ഒരു ദീപം കൊളുത്തണം. നെയ്യ് തന്നെ ഒഴിക്കണം. ദീപം കൊളുത്തിയതിന് ശേഷം ഒരു ഏലക്ക കയ്യിലെടുത്ത് 3 പ്രാവശ്യം ശ്രീം എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ട് ആ ഒരു ദീപത്തിലോട്ട് ഇടണം. ശേഷം ഒരു ഗ്രാമ്പൂ എടുത്തിട്ട് നമ്മൾ കയ്യിൽ പിടിച്ച് ക്ലീം എന്നുള്ള മഹാവിഷ്ണുവിൻ്റെ ബീജമന്ത്രം 3 പ്രാവശ്യം ചൊല്ലി അടുത്ത ദീപത്തിലോട്ട് ഇടണം. അപ്പോൾ ഒരു ദീപത്തിൽ ഏലക്ക, മറ്റൊരു ദീപത്തിൽ ഗ്രാമ്പൂ. അതിനുശേഷം പച്ചക്കർപ്പൂരം ഇവിടെ വളരെ മസ്റ്റാണ്. പച്ചക്കർപ്പൂരം നമ്മൾ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഈ മാസം നല്ല രീതിയിലുള്ള ധനവരവുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനും അനുഗ്രഹിക്കണമെന്ന് മഹാവിഷ്ണുവിനോടും മഹാലക്ഷ്മിയോടും പ്രാർത്ഥിച്ച് അത് പൊടിച്ച് ഇച്ചിരിയായിട്ട് 2 ദീപത്തിലും ഇടണം. അതിനുശേഷം ആ ദീപത്തിൻ്റെ മുൻപിൽ നിന്നോ ഇരുന്നോ എങ്ങനെ വേണമെങ്കിലും, ചിലർക്ക് ആ ഒരു ഭാഗത്ത് നിൽക്കാനുള്ള സ്പേസേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പം എങ്ങനെയാണെങ്കിലും ആ ദീപത്തിൻ്റെ മുൻപിലിരുന്ന് ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കിടേശായ നമ എന്നുള്ള ഭഗവാന്റെ മന്ത്രം നമ്മൾ 27 പ്രാവശ്യം ചൊല്ലണം. 27 പ്രാവശ്യം ചൊല്ലിയിട്ട് വീണ്ടും ഇതേ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ ഈ ഒരു മാസം മുഴുവൻ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാവുന്നതാണ്. ആ ദീപം തനിയെ അണഞ്ഞു പൊക്കോട്ടെ. ദീപം അണഞ്ഞതിന് ശേഷം അതിലുള്ള ഏലക്കായും ഗ്രാമ്പൂവും എണ്ണമയം ഉണ്ടാകും. അതായത് നെയ്ക്കകത്താണല്ലോ നമ്മളിട്ടത്, നോക്കേണ്ട. അത് അതേപടി ഒരു ചെറിയ പേപ്പറിനകത്ത് വെച്ച് പൊതിഞ്ഞ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് ഫോട്ടോയുടെ അടുത്ത് എവിടെയെങ്കിലും വെച്ചിരിക്കുക. മീനമാസം മുഴുവൻ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യത്തെ അട്രാക്റ്റ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ നാളത്തെ ദിവസം ആരും തന്നെ വീട്ടിലോട്ട് നോൺ വെജ് മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നോൺ വെജ് കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇന്ന് വാങ്ങിച്ച് കുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. നാളെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ നാളത്തെ ദിവസം തുളസിക്ക് ജലമൊഴിച്ച് പൂജ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഉയർച്ച ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടും തുളസി പൂജ ചെയ്യേണ്ടുന്ന രീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വീഡിയോ കാണാത്തവരൊക്കെ അത് പോയി കണ്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ തരുന്നൊരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അഭിജിത്ത് നക്ഷത്ര സമയം ആരും തന്നെ മറക്കരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.